അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി അവൻ ധൈര്യം പ്രാപിച്ചു. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള ആ മഹാധൈര്യം നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന്, നിങ്ങൾ വചനം വായിക്കണം, വചനം കേൾക്കണം, വചനം ശ്രദ്ധിക്കണം. പിശാച് പറയുന്നത് കേൾക്കരുത് കേട്ടോ. അനുഭവങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കരുത് കേട്ടോ. സ്തോത്രം. ലോകം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കരുത് കേട്ടോ. അതൊക്കെ തളർത്തുന്ന വാക്കുകളാണ്, അതൊക്കെ നിങ്ങളെ ക്ഷയിപ്പിക്കുന്ന വാക്കുകളാണ്. ദയവായിട്ട് അതിൽ നിങ്ങൾ മാറണം. സ്തോത്രം. വചനം 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 വായിക്കും തോറും നിങ്ങൾ ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആ ഇളകിയ മനസ്സുകൾ ഉറച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. 2, ദൈവത്തിൻ്റെ ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്തുതിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം ലഭിക്കും, ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം ലഭിക്കും, കർത്താവിനെ വാഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം ലഭിക്കും. ഇവിടെ വചനം പറയുന്നു, അവൻ ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുവാൻ ഒരു വലിയ അഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ തരികയാണ്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ദൈവം സ്വീകരിക്കുക മാത്രമല്ല, ഒരു പുതുബലം നിങ്ങൾക്ക് കർത്താവ് തരികയാണ്.